നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കൊരു LDCക്ക് വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് വന്നാലും നദികളിൽ നിന്നൊരു ചോദ്യം വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എളുപ്പമുള്ള ചോദ്യമായിരിക്കുമോ അതോ പാടുള്ളൂ. എന്ത് തന്നെയായാലും നമ്മൾ നദികളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിലെ നദികൾ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. കേരളത്തിലെ നദികളിൽ നമുക്കറിയാം കേരളത്തിലാകെ എത്ര നദികളുണ്ട്. കേരളത്തിലാകെ 44 നദികളുണ്ട്. നമ്മുടെ കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികളാണുള്ളത്. കേരളത്തിലാകെ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകും. അല്ലേ? കേരളത്തിലാകെ 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. എന്താണ് നദികൾ? നമ്മൾ പറഞ്ഞു നമുക്ക് 44 നദിയുണ്ട്. അപ്പൊ എന്താണ് നദികൾ? കാരണം നമ്മുടെ വീട്ടിൻ്റെ അടുത്തും ഒക്കെ തോട് പോകുന്നുണ്ട്, ചാല് പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നദിയാണോ? അല്ലെ? എന്ത് വന്നാലും ഒരു ഒഴുക്കാണ്. അപ്പൊ ഇതൊക്കെ നദിയാണോ? അപ്പൊ എന്താണ് നദികൾ എന്ന് ചോദിച്ചാൽ 15 കിലോമീറ്ററിലധികം കേരളത്തിൽ 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മിനിമം എത്ര കിലോമീറ്ററിലധികം ഒഴുകണം? 15 കിലോമീറ്ററിലധികമെങ്കിലും ഒഴുകണം. അപ്പൊ ആലോചിച്ച് നോക്കണം, ഈ 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന ജലപ്രവാഹങ്ങളെയല്ലേ നമ്മൾ നദികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ നദികൾ എന്ന ഒരു ലിസ്റ്റ് വന്നത് എന്നാണ്? അതായത് നമ്മുടെ ഈ 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന ജലപ്രവാഹങ്ങളെ നദികളായി പ്രഖ്യാപിച്ചത് എന്നാണ്? അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ 44 നദികൾ വരുന്നത്. അത് പ്രഖ്യാപിച്ചത് 1974 പോളിസി പ്രകാരമാണ്. 1974 പോളിസി പ്രകാരമാണ് നമുക്ക് 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകൾ നദികളായി പ്രഖ്യാപിച്ചത്. നമ്മൾ പറഞ്ഞു 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകളെ അല്ലെങ്കിൽ ജലപ്രവാഹങ്ങളെ നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നു. അതിൽ 1974 പോളിസി പ്രകാരമാണ് 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകൾ നമ്മൾ നദികളായി പ്രഖ്യാപിച്ചത്. അപ്പൊ നമുക്ക് 100 കിലോമീറ്ററിലധികം കേരളത്തിൽ എത്ര നദികളുണ്ട് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ 100 കിലോമീറ്ററിലധികം 11 നദികളാണ് ഉള്ളത്. കേരളത്തിൽ 100 കിലോമീറ്ററിലധികം 11 നദികൾ ഒഴുകുന്നുണ്ട്. അപ്പൊ 200 കിലോമീറ്ററിലധികം കേരളത്തിൽ എത്ര നദി ഒഴുകുന്നുണ്ട്? 200 കിലോമീറ്ററിലധികം കേരളത്തിൽ 2 നദികളെ ഒഴുകുന്നുള്ളൂ. നമ്മുടെ പെരിയാറും ഭാരതപ്പുഴയും മറക്കരുത്. അപ്പം 100 കിലോമീറ്ററിലധികം കേരളത്തിൽ 11 നദികൾ, 200 കിലോമീറ്ററിലധികം കേരളത്തിൽ 2 നദികളാണ് ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? അപ്പൊ ഏറ്റവും കൂടുതൽ നദികൾ ഏത് ജില്ലയിലാണ് ഒഴുകുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. 12 നദിയാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നത്. അതുകൊണ്ടാണ് നദികളുടെ നാട് എന്ന് നമ്മൾ ഏതിനെ വിളിക്കുന്നത്? കാസർഗോഡിനെ വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്, 12 നദികൾ. അതുകൊണ്ട് നദികളുടെ നാട് എന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് ചോദിച്ചാലും കാസർഗോഡാണ്, മറക്കരുത്. സപ്തഭാഷാ സംഗമ ഭൂമി ഓർക്കുക. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്, ഓർക്കുക. ഇതെല്ലാം കാസർഗോഡിന്റെ ഉത്തരമാണ്. അപ്പോൾ കേരളത്തിൽ നീളം കുറഞ്ഞ നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ 44 നദിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നീളം കുറഞ്ഞ നദികൾ ഏതാണ് എന്ന് വെച്ചാൽ ഏറ്റവും നീളം കുറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ചു മിനിമം 15 കിലോമീറ്ററിലധികം ഒഴുകണം, അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആ 15 കിലോമീറ്ററിന്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കുമല്ലോ 44 നദിയിൽ ഏറ്റവും നീളം കുറവ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്, 16 കിലോമീറ്റർ ആണ്. നീളം കുറഞ്ഞ നദിയിൽ 2ാം സ്ഥാനം അയിരൂർ പുഴ, 17 കിലോമീറ്റർ ആണ്. നീളം കുറഞ്ഞ നദിയിൽ 2ാം സ്ഥാനം അയിരൂർ പുഴ, 17 കിലോമീറ്റർ ആണ്. 3ാം സ്ഥാനം രാമപുരം പുഴ, 19 കിലോമീറ്റർ ആണ്. അപ്പം ഏറ്റവും നീളം കുറഞ്ഞ നദികളിൽ 1ാം സ്ഥാനം ഏത്? മഞ്ചേശ്വരം. 2ാം സ്ഥാനം ഏത്? അയിരൂർ പുഴ. 3ാം സ്ഥാനമാണ് ഏത്? രാമപുരം പുഴ. മഞ്ചേശ്വരം 16 കിലോമീറ്റർ, അയിരൂർ പുഴ 17 കിലോമീറ്റർ, രാമപുരം പുഴ 19 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നീളം കുറഞ്ഞ നദികളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ കേരളത്തിലെ നീളം കൂടിയ നദികൾ ഏതല്ല? കേരളത്തിലെ നീളം കൂടിയ നദികൾ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരു കോഡ് പറഞ്ഞുതരാം. അതായത് 100 കിലോമീറ്ററിലധികം കേരളത്തിൽ 11 നദികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 100 കിലോമീറ്ററിലധികം കേരളത്തിൽ 11 നദികളാണ് ഉള്ളത്. അപ്പൊ അവയുടെ വലിപ്പക്രമം നമ്മുടെ ചോദിക്കുകയാണ്. കേരളത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏത്? കേരളത്തിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏത്? കേരളത്തിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏത്? അപ്പൊ നമ്മൾ അറിയണം. അപ്പൊ 100 കിലോമീറ്ററിലധികം 11 ഉണ്ടല്ലോ. ആ 11 നമുക്ക് വലിപ്പക്രമത്തിൽ പഠിക്കാം. കേരളത്തിലെ നീളം കൂടിയ അവയുടെ വലിപ്പക്രമത്തിൽ പഠിക്കാനുള്ള കോഡാണ് ഈ പറയുന്നത്. കേരളത്തിൽ നീളം കൂടിയ അവയുടെ വലിപ്പക്രമത്തിൽ പഠിക്കാനുള്ള കോഡാണ് പറയുന്നത്. അതായത് ഒരു കുടുംബം, ആ കുടുംബത്തിൽ അച്ഛനുണ്ട്, അമ്മയില്ല. അച്ഛൻ 2 മക്കൾ, അച്ഛന് 2 മക്കൾ, അമ്മയില്ല. മൂത്തത് മകനാണ്. ഒരു മകളുണ്ട്, ഇളയത് മകളാണ്. നമ്മൾ മനസ്സിൽ വരണം. ഒരു സിമ്പിൾ ഒരു കഥ പറയും.
അച്ഛനുണ്ട്, മൂത്ത മകനുണ്ട്, മകളും ഉണ്ട്, അമ്മയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ വയസ്സായ അച്ഛനാണല്ലോ. അച്ഛൻ ചാലക്കുടിയിലുള്ള ഒരു കടയിലാണ് അച്ഛൻ ജോലിക്ക് നിൽക്കുന്നത്. എവിടെയാണ്? ചാലക്കുടിയിലുള്ള ഒരു കടയിലാണ് അച്ഛൻ ജോലിക്ക് നിൽക്കുന്നത്. അപ്പൊ ചാലക്കുടിയിലാണ് കടയിലാണ് അച്ഛൻ നിൽക്കുന്നത് ജോലിക്ക്. മകൻ, മൂത്ത മകൻ എന്നല്ലേ പറഞ്ഞേ? മൂത്ത പുത്രൻ പേര് ഭരതൻ എന്നാണ്. മൂത്ത മകന്റെ പേര് ഭരതൻ. ഭരതന് പെട്രോൾ പമ്പിലാണ് ജോലി. ഭരതൻ എവിടെയാണ് ജോലി? പെട്രോൾ പമ്പിലാണ് ജോലി. അപ്പൊ ഭരതൻ പെട്രോൾ പമ്പിലും, അച്ഛൻ എവിടെയാണ്? ചാലക്കുടിയിലുള്ള കടയിലും. അപ്പോൾ ഒരു പെങ്ങൾ ഇവർക്കില്ലേ? ഭരതന് ഒരു പെങ്ങളില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അച്ഛന് 2 മക്കളല്ലേ, മൂത്തത് മകനും രണ്ടാമത്തത് മകളും. അപ്പൊ മകള്, പ്രായപൂർത്തിയായ മകളെ ഈ നമ്മുടെ മൂത്ത പുത്രൻ ഭരതൻ എന്ന് പറയുന്നത് പെട്രോൾ പമ്പിലല്ലേ ജോലി. മൂത്ത പുത്രൻ ഭരതന് പെട്രോൾ പമ്പിലും, അച്ഛൻ ചാലക്കുടിയിലെ കടയിലുമാണ്. അപ്പൊ പമ്പിലെന്നൊക്കെ പറഞ്ഞാൽ, പെട്രോൾ പമ്പിലെന്നൊക്കെ പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കാണും, രാത്രിയൊക്കെ നിൽക്കേണ്ടി വരും. അച്ഛൻ ദൂരെയാണ്, ചാലക്കുടിയിലുള്ള കടയിലാണ്. അപ്പൊ ഈ പ്രായപൂർത്തിയായ മകളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റൂ? ഇല്ല. അപ്പോഴ് ഈ മകള് നിന്ന് പഠിക്കുന്നത്, അമ്മയില്ലെന്ന് നമ്മൾ പറഞ്ഞു. അമ്മയുടെ ആങ്ങൾ നമ്മൾ മാമൻ അല്ലെങ്കിൽ അമ്മാവൻ എന്ന് പറയും അല്ലേ? അപ്പം ചന്ദ്രമാമന്റെ വീട്ടിലാണ്. ഏത് മാമനാണ്? ചന്ദ്രമാമൻ. ചന്ദ്രമാമന്റെ വീട്ടിൽ നിന്നാണ് അനിയത്തി പഠിക്കുന്നത്, ഭരതന്റെ അനിയത്തി അല്ലെങ്കിൽ അച്ഛന്റെ മകള് പഠിക്കുന്നത്. അപ്പോഴ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ മകളെ കാണാൻ ഈ അച്ഛനും ഈ ചേട്ടനും കൂടെ അല്ലെ, ആങ്ങളെയും കൂടെ മകളെ കാണാൻ പോണ്ടേ? അപ്പോഴ് അച്ഛൻ, വയസ്സായ അച്ഛൻ ചാലക്കുടിയിലെ കടയിലാണ് നിൽക്കുന്നത്. അപ്പൊ മകൻ പമ്പിലാണ്. അപ്പൊ മകനല്ലേ അച്ഛനെയും കൂടെ വിളിച്ചുകൊണ്ട് മകളെ കാണാൻ പോവേണ്ടത്? ഉത്തരവാദിത്തമുള്ള മകനല്ലേ? അപ്പം മൂത്ത പുത്രൻ ആര്? നമ്മുടെ ഭരതൻ. മൂത്ത പുത്രൻ ഭരതൻ അച്ഛനെയും വിളിച്ചുകൊണ്ട് മകളെ കാണാൻ പോകുന്ന റൂട്ടാണ് നമ്മൾ കഥയിലൂടെ പറയുന്നത്. അപ്പൊ മൂത്ത പുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പെരിയവൻ അല്ലെ? പെരിയവനായ ഭരതൻ. പെരിയവൻ എന്ന് പറഞ്ഞാൽ മൂത്തവൻ. പെരിയവനായ ഭരതൻ എന്തടച്ച്? പമ്പടച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പമ്പടച്ചു. പെരിയവനായ ഭരതൻ പമ്പടച്ചു. ചാലിലൂടെ, എവിടെ കൂടെയാണ് പോകുന്നത്? ചാലിലൂടെ. ചാലിലൂടെ ചാലക്കുടിയിലുള്ള ഒരു കടയിലെത്തി. ചാലിലൂടെ ചാലക്കുടിയിലുള്ള ഒരു കടയിലെത്തണം. കാരണം അവിടെയല്ലേ അച്ഛൻ നിൽക്കുന്നത്. ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി ആരെ വിളിക്കണം? അച്ഛനെ കൂട്ടി. അച്ഛനെ വിളിച്ചു. അച്ഛനെ കൂട്ടി നേരെ ബസ് കയറണം. കാരണം അനിയത്തിയെ കാണാൻ പോകുന്ന സ്ഥലത്ത് ബസ്സിൽ വേണം പോകാൻ. അപ്പൊ ബസ് ഏതാണ്? കല്ലട മൂവാറ്റുപുഴ ബസ്സാണ്. കല്ലട ബസ്സിന്റെ ബോർഡ് ഏതാണ്? കല്ലട മൂവാറ്റുപുഴ ബസ്സിലാണ് കയറുന്നത്. നമ്മൾ ഈ ചില ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പ്രൈവറ്റ് കിളിയൊക്കെ കിടന്ന് വിളിക്കില്ലേ, കല്ലട മൂവാറ്റുപുഴ, കല്ലട മൂവാറ്റുപുഴ. അതുപോലെ കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി നേരെ ഇറങ്ങേണ്ട പട്ടണത്തിൽ ഇറങ്ങി. പട്ടണത്തിൽ ഇറങ്ങി അനിയത്തിയെ കാണാൻ പോവുകയാണ്. വെറും കൈയോടെ പോകാൻ പറ്റുമോ? പെൺകുട്ടിയല്ലേ, അപ്പൊ അവൾക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ. വളയൊക്കെ വാങ്ങി. പട്ടണത്തിൽ ഇറങ്ങി അനിയത്തിക്ക് കൊടുക്കാൻ എന്ത് വാങ്ങി? വളയെല്ലാം വാങ്ങി. നേരെ ഇനി ഏത് മാമന്റെ വീട്ടിലോട്ട് വിടണം? ചന്ദ്രമാമന്റെ വീട്ടിലോട്ട് പോയി. കഥ തീർന്നു. സിമ്പിൾ ഒരു കഥ. അപ്പം മനസ്സിൽ വരണം, പെരിയവനായ ഭരതൻ പമ്പടച്ച് ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി അച്ഛനെയും കൂട്ടി കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി പട്ടണത്തിൽ ഇറങ്ങി വളയും വാങ്ങി ചന്ദ്രമാമന്റെ വീട്ടിൽ പോയി. നമ്മുടെ 100 കിലോമീറ്ററിലധികം ഒഴുകുന്ന 11 നദികളും വലിപ്പക്രമത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പെരിയവൻ, പെരിയാർ അല്ലെ? പെരിയവൻ ആരാണ്? പെരിയാർ. ഭരതൻ, ഭാരതപ്പുഴ. പമ്പടച്ചു, പമ്പ. ചാലിലൂടെ, ചാലിയാർ. ചാലക്കുടിയിലുള്ള, ചാലക്കുടിപ്പുഴ. കടയിലെത്തി, കടലുണ്ടിപ്പുഴ. അച്ഛനെ കൂട്ടി, അച്ഛൻ കോവില. കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി, കല്ലടയാർ, മൂവാറ്റുപുഴയാർ. പട്ടണത്തിൽ ഇറങ്ങി വള വാങ്ങിക്കണം, വള, പട്ടണം, പുഴ. ചന്ദ്രമാമന്റെ വീട് ചന്ദ്രഗിരിപ്പുഴ ആണേ. 11 നദി വലിപ്പക്രമത്തിൽ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ. അപ്പൊ ഏറ്റവും നീളം കൂടിയ 1-ാം സ്ഥാനം പെരിയവൻ, പെരിയാർ. 2 ഭരതൻ, ഭാരതപ്പുഴ. 3 പമ്പടച്ചു, പമ്പ. 4 ചാലിലൂടെ, ചാലിയാർ. 5 ചാലക്കുടിയിലുള്ള ചാലക്കുടിപ്പുഴ. 6 കടയിലെത്തി, കടലുണ്ടിപ്പുഴ. 7 അച്ഛനെ കൂട്ടി, അച്ഛൻ കോവിലാറ്. 8 കല്ലട മൂവാറ്റുപുഴ ബസ്സിൽ കയറി. 8 കല്ലടയാറും 9 മൂവാറ്റുപുഴയാറും. 10 പട്ടണത്തിൽ ഇറങ്ങി വള വാങ്ങണം, വള, പട്ടണം, പുഴ. 11 ചന്ദ്രമാമൻ, ചന്ദ്രഗിരിപ്പുഴ. അപ്പൊ നമ്മൾ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം കിലോമീറ്റർ അറിയണം. നമുക്കറിയാം 200 കിലോമീറ്ററിലധികം എത്ര നദികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 2 നദി. ഏതൊക്കെയാണ്? പെരിയാറും ഭാരതപ്പുഴയും. പെരിയാറും ഭാരതപ്പുഴയുമാണ് 200 കിലോമീറ്ററിലധികം ഒഴുകുന്നത്. അപ്പൊ എന്ത് വന്നാലും അത് 200-ന് മേളിലാണേ. പെരിയാറിന്റെ നീളം എത്ര? 244 കിലോമീറ്റർ. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ആണ്. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴ. പമ്പ 176 കിലോമീറ്റർ. പമ്പ 176 കിലോമീറ്റർ ആണ്. ചാലിലൂടെ, ചാലിയാർ 4-ാമത്തെ സ്ഥാനമല്ലേ? 4ന്റെ സ്ക്വയർ ഓർക്കുക, 16. 169, മറക്കരുത്. 4, 16 ഓർക്കുക, 169 കിലോമീറ്റർ. 5-ാം സ്ഥാനം ചാലിലൂടെ ചാലക്കുടി 145.5. 5-ാം സ്ഥാനം എന്നാണ് ഞാൻ പറഞ്ഞത്.
എന്തു കൂട്ടിയാലും 5 വരണം. എന്തു കൂട്ടിയാലും 5 വരണമെങ്കിൽ നമ്മൾ ഒന്നല്ലേ ആദ്യം എഴുതുള്ളൂ. ഒന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 5? 4. അപ്പം നമുക്ക് എത്ര കിട്ടി? 5. 145.5. 145.5 ആണ് ചാലക്കുടിയുടെ നീളം. 6 ചാലക്കുടിയിലുള്ള കടയിലെത്തണം കടലുണ്ടിപ്പുഴ 130 കിലോമീറ്റർ. 130 കിലോമീറ്റർ. 7 നമ്മൾ കടയിലെത്തി അച്ഛനെ വിളിച്ചു. അച്ഛൻ കോവിലാർ അല്ലേ? അച്ഛനെ കണ്ടാൽ മനസ്സിൽ ഓടി വരണം. അച്ഛനല്ലേ കുഞ്ഞുങ്ങൾക്ക് നൂലുകെട്ട് 28 എന്ന് നമ്മൾ പറയും. 128 ഓർക്കുക. അച്ഛനാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് കെട്ടുന്നത്? 28. 128. ക്ലിയർ ആണേ? 6 അപ്പൊ അച്ഛൻ കോവിലാർ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛൻ കോവിലാർ 128. 8, 9 കല്ലട മൂവാറ്റുപുഴ. കല്ലടയാറും മൂവാറ്റുപുഴയാറും. നമ്മൾ കല്ലട മൂവാറ്റുപുഴ ബസ് എന്ന് ഒന്നിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരേ കിലോമീറ്റർ ആണ്. 121, 121, 121, 121. 10ാം സ്ഥാനം 10 വളപട്ടണം 10ാമത്തെ നദിയാണ്. 10 തന്നെയാണ്. 110, 110 മറക്കരുത്. 11ാം സ്ഥാനം ചന്ദ്രഗിരിപ്പുഴ 105. എത്രയാണ്? 105. അപ്പോൾ കേരളത്തിലെ 11 നദികൾ വലിപ്പക്രമത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതിൻ്റെ കിലോമീറ്റർ നമ്മൾ അറിഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് മൈൽ ദൂരം ചോദിച്ചാൽ, കാരണം പഴയ ചോദ്യത്തിൽ പെരിയാറും ഭാരതപ്പുഴയും മൈൽ ദൂരം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കിലോമീറ്റർ അറിയാമെങ്കിൽ, നദികളുടെ കിലോമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് മൈൽ ദൂരം കാണാൻ വേറെ ഒന്നും ചെയ്യണ്ട. 1.6 കൊണ്ട് ഹരിച്ചാൽ മതി. 1.6 കൊണ്ട് ഹരിച്ചാൽ മതി. നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത് പെരിയാറിൻ്റെ മൈൽ ദൂരം എത്ര? പെരിയാർ 244 കിലോമീറ്റർ എന്ന് എല്ലാവർക്കും അറിയാം. മൈൽ ദൂരം കാണാൻ 244 / 1.6. അപ്പം നമുക്ക് ഒരു ഉത്തരം കിട്ടും. അത് ചിലപ്പോൾ 0.5 ശേഷം റൗണ്ട് ചെയ്ത് എടുക്കും. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ കാണും, നമ്മളത് എടുക്കുക. അപ്പോൾ അതിന് ഇത്രയും അറിഞ്ഞാൽ മതി. കിലോമീറ്റർ മസ്റ്റായിട്ട് അറിയുക. കിലോമീറ്റർ അറിഞ്ഞാൽ നമുക്ക് മൈൽ ദൂരം കാണാൻ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആണ്? അപ്പം നമ്മൾ കേരളത്തിലെ നദികളുടെ വലിപ്പക്രമം കോഡ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഓരോ നദികളും എത്ര കിലോമീറ്ററിലാണ് ഒഴുകുന്നത് എന്നുള്ളതും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ നദികളുടെ ഉത്ഭവങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. അതായത് നമ്മുടെ കഴിഞ്ഞ പ്രിലിമിനറിക്കൊക്കെ ചോദിച്ചതാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിലെ പോത്തന്നൂർ കുന്നുകൾ എന്നെടുത്ത് കൊടുത്തിരുന്നു. ആനമല ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾക്ക് കിട്ടി അത് ഭാരതപ്പുഴയാണെന്ന്. പോത്തന്നൂർ കുന്നെന്ന് മാത്രമാണെങ്കിൽ കൺഫ്യൂഷൻ വന്നേനെ അവിടെ. അതുപോലെ പെരിയാറിന്റെ ഉത്ഭവം നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഈ പെരിയാർ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ കുട്ടികൾക്കെല്ലാം അറിയാം പെരിയാർ വരുന്നത് ശിവഗിരി മല. ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവം എന്ന് അറിയാം. എന്നാൽ നാളൊരു സമയത്ത് നമുക്ക് ഈ ശിവഗിരി മല തന്നില്ലെങ്കിൽ നമ്മൾ എന്തെഴുതും? അതാണ് നമ്മുടെ ചോദ്യം. അതായത് എല്ലാ നദികളും വരുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതിൽ എടുത്തു പറയണം പശ്ചിമഘട്ട മലനിരകളിലെ ഓരോരോ മലയിൽ നിന്നാണ് നമ്മുടെ നദികൾ ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ പെരിയാറിന്റെ ഉത്ഭവം എന്ന് കണ്ടാൽ നമുക്ക് ശിവഗിരി മല ഇല്ലെങ്കിൽ ചൊക്കാംപെട്ടി മലനിരകൾ. ഏതാണ്? ചൊക്കാംപെട്ടി മലനിരകളാണ്. മറക്കരുത്, ചൊക്കാംപെട്ടി മലനിരകളാണ്. അതെവിടെയാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ചൊക്കാംപെട്ടി മലനിരകളിലെ ശിവഗിരി മലയിൽ നിന്നാണ് നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത്. ഈ ഉത്ഭവിച്ച പെരിയാർ എവിടെയാണ് പതിക്കുന്നത്? പെരിയാർ 2 ജില്ലയിലാണ് ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളത്തിലൂടെ ഒഴുകി വന്ന് പെരിയാർ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. കാരണം വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ 3 ഏതൊക്കെയാണ്? നമ്മുടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അപ്പം ആ എറണാകുളത്തെ വേമ്പനാട്ട് കായലിലാണ് എന്ത് പതിക്കുന്നത്? നമ്മുടെ പെരിയാർ പതിക്കുന്നത്. വേമ്പനാട് അല്ലെങ്കിൽ വരാപ്പുഴക്കായൽ. എല്ലാം കറക്റ്റാണ്. വേമ്പനാട് അല്ലെങ്കിൽ വേമ്പനാട് തന്നെയാണ് ഏതെന്ന് നമ്മൾ വിളിക്കുന്നത്? വരാപ്പുഴക്കായൽ. വേമ്പനാട് അല്ലെങ്കിൽ വരാപ്പുഴക്കായൽ ഓർക്കുക. 2 ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. ഓർക്കുക. പതനം അറബിക്കടലാണ്. പതനം അറബിക്കടലാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. പമ്പ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നാണ് നമ്മൾ പമ്പയെ വിളിക്കുന്നത് അല്ലേ? നമ്മുടെ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന നദിയാണ് പമ്പ. അപ്പൊ ആ പമ്പ വരുന്നത് എവിടെ നിന്നാണ്? പമ്പയുടെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമല. അപ്പൊ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ പുളിച്ചിമല എവിടെയാണ് എന്ന് ഓർക്കണം. ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് നമ്മുടെ ഏത് വരുന്നത്? പമ്പ ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഉത്ഭവിച്ച പമ്പ എവിടെ പതിക്കണം? നമ്മുടെ വേമ്പനാട്ട് കായലിൽ പോയി പതിക്കണം. നമ്മുടെ ആലപ്പുഴയിലെ വേമ്പനാട്ട് കായൽ. കാരണം പമ്പ പതിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായലിലാണ് പമ്പ പതിക്കുന്നത്. 4ാം സ്ഥാനം ചാലിയാർ. ചാലിയാർ നമുക്കറിയാം
ചാലിൽ കിടന്ന് ഇളമ്പി കളിക്കല്ലെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ചാലിൽ കിടന്ന് ഇളമ്പി കളിക്കല്ലെന്ന് കുട്ടികളുടെ അടുത്ത് പറയും. ഇളമ്പലേരി കുന്നുകൾ എന്ന കുന്നുകളിൽ നിന്നാണ് വരുന്ന ചാലിയർ. ഇളമ്പലേരി കുന്ന് ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ഏത് കുന്നുകളാണ്? വയനാട് കുന്നുകൾ. കാരണം വയനാട്ടിലാണ് ഇളമ്പലേരി കുന്നിരിക്കുന്നത്. വയനാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചാലിയാർ എന്ന് പറയുന്നത്, മറക്കരുത്. അത് ഉത്ഭവിച്ചിട്ട് ചാലിയാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ചാലിയാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലാണ്, മറക്കരുത്. 5ാം സ്ഥാനം ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ വരുന്നത് എവിടെ നിന്നാണ്? ആനമല. ചാലക്കുടി പുഴ വരുന്നത് ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് വരുന്നെങ്കിലും നമ്മുടെ തൃശ്ശൂരും എറണാകുളം ജില്ലയിലാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. തൃശ്ശൂരും എറണാകുളം ജില്ലയിലൂടെ ഒഴുകി, അപ്പൊ ആലോചിക്കണം, എറണാകുളത്തൂടെ ഒഴുകി വരുന്നു, തൃശ്ശൂർ പൂർണ്ണമായി ഒഴുകുന്നു. അപ്പൊ ഇത് പതിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ കായലിലാണ്. ഏത് കായലാണ്? കൊടുങ്ങല്ലൂർ കായൽ അല്ലെങ്കിൽ പെരിയാർ. കാരണം എറണാകുളം ജില്ലയിൽ വന്ന് പെരിയാർ നദിയിലാണ് ചാലക്കുടി പുഴ ചേരുന്നത്. എറണാകുളത്ത് ഒഴുകി വരണമെങ്കിൽ അത് എറണാകുളത്ത് ഒരു മെയിൻ നദി ഒഴുകുന്നുണ്ട്. ഏതാണ്? പെരിയാർ. അപ്പൊ ആ എറണാകുളത്തെ മെയിൻ നദി പെരിയാറിൽ വന്നാണ് ഏത് ചേരുന്നത്? നമ്മുടെ ചാലക്കുടി ചേരുന്നത്. അതല്ലെങ്കിൽ ഏത് തരും ആൻസർ? കൊടുങ്ങല്ലൂർ കായൽ. രണ്ടും ശരിയാണ്. കൊടുങ്ങല്ലൂർ കായൽ പതനം അല്ലെങ്കിൽ പെരിയാർ നദി തരും. അപ്പൊ സ്വാഭാവികമായിട്ട് പെരിയാറിൽ വന്ന് ചേർന്നിട്ട് എറണാകുളം ജില്ലയിലല്ലേ, പെരിയാർ എവിടെയാണ് പോകുന്നത്? വേമ്പനാട്ട് കായലിൽ പോയി പതിക്കും. അപ്പൊ അതും അതിൽ ചേർന്നാണ് പോയി പതിക്കുന്നത്. കടലുണ്ടിപ്പുഴ. 6ാം സ്ഥാനം കടലുണ്ടിപ്പുഴ. കടലുണ്ടിപ്പുഴ വരുന്നത് എവിടെ നിന്ന്? നമ്മുടെ മനസ്സിൽ വരണം, കടലില്ലേ, അതിൽ കടൽ ചേര എന്ന് ഓർത്തോണം. കടൽ ചേര. കടലുണ്ടിപ്പുഴയിൽ ഒരു കടലുണ്ട്. അപ്പൊ നമ്മൾ കടൽ പാമ്പ്, കടൽ ചേര ഇങ്ങനെ ഓർത്താൽ മതി. കടൽ ചേര. ചേര കിട്ടിയാൽ മതി നമുക്ക്. ചേരക്കൊമ്പൻ മല. പശ്ചിമഘട്ട മലനിരകളിലെ ചേരക്കൊമ്പൻ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കടലുണ്ടിപ്പുഴ. ഏതാണ്? കടലുണ്ടിപ്പുഴ. അപ്പൊ ഈ കടലുണ്ടി എവിടെയൊക്കെ ഒഴുകുന്നുണ്ട്? കടലുണ്ടി 2 ജില്ലയിലേ ഉള്ളൂ. ഒന്ന് കോഴിക്കോട് അല്ലെ, 2 കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലുണ്ട്. കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയുണ്ട്? മലപ്പുറത്തുണ്ട്. കോഴിക്കോടും മലപ്പുറം. ഈ 2 ജില്ലയിലൂടെയാണ് ഏത് ഒഴുകുന്നത്? കടലുണ്ടി പുഴ ഒഴുകുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കണം, ഈ പറഞ്ഞ മലപ്പുറവും ഈ പറഞ്ഞ കോഴിക്കോടും എവിടെയാണ്? വടക്കേ അറ്റത്തെ ജില്ലകളിൽ വരുന്നതല്ലേ, വടക്കോട്ടുള്ള ജില്ലകളല്ലേ. അപ്പൊ എന്ത് വന്നാലും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്, വടക്കോട്ടൊഴുകുന്ന ഏതൊരു നദിയും അറബിക്കടലിലെ പതിക്കുള്ളൂ. വടക്കോട്ടൊഴുകുന്ന ഏതൊരു നദിയും അറബിക്കടലിലെ പതിക്കുള്ളൂ. അപ്പൊ കടലുണ്ടി പുഴയുടെ പതനം അറബിക്കടലാണ്. കടലുണ്ടി പുഴയുടെ പതനം അറബിക്കടലാണ്. അടുത്തത് 7ാം സ്ഥാനം അച്ഛൻ കോവിലാർ. നമുക്കറിയാം പമ്പയുടെ ഒരു പ്രധാന പോഷക നദിയാണ് അച്ഛൻ കോവിലാർ എന്ന് പറയുന്നത്. അച്ഛൻ കോവിലാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അച്ഛൻ കോവിലാറിന്റെ ഉത്ഭവം, അച്ഛൻ കോവിലാർ വരുന്നത് ഒരു മേടാണ്, പശുക്കിടമേട് എന്ന് പറയും. ഏത് മേട്? പശുക്കിടമേട്. അച്ഛൻ കോവിലാറിന്റെ ഉത്ഭവം പശുക്കിടമേട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് പശ്ചിമഘട്ട മലനിരകളിലെ പശുക്കിടമേട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അച്ഛൻ കോവിലാർ. പശുക്കിടമേട് ഓർത്തോണം, പശുക്കിടമേട്. പശുക്കിടമേട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അച്ഛൻ കോവിലാർ. അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ അച്ഛൻ കോവിലാർ എവിടെ വരണം? പമ്പയിൽ വന്ന് ചേരണ്ടേ? പമ്പയിൽ വന്ന് ചേരണമെങ്കിൽ പമ്പ എവിടെയാണ് പതിക്കുന്നത്? അവസാനം വേമ്പനാട്ട് കായലിലാണ്. അച്ഛൻ കോവിലാറിന്റെ പതനവും വേമ്പനാട്ട് കായലിൽ തന്നെയാണ്. വേമ്പനാട്ട് കായൽ തന്നെയാണ്. ഇനി അച്ഛനെയും കൂട്ടി നമ്മൾ നേരെ കയറിയത് ബസ് കല്ലട ബസ് അല്ലെ. അപ്പം കല്ലടയാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? കല്ലട എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കൊല്ലം ജില്ല. കല്ലട എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. കല്ലടയാറ് ഒഴുകുന്നത് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലം ജില്ല ആയതുകൊണ്ട് നമുക്കറിയാം തെക്കേ അറ്റത്തെ ഒരു ജില്ലയല്ലേ കൊല്ലം. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലമൊക്കെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ജില്ലകളാണ്. അപ്പൊ എന്ത് വന്നാലും ഈ കല്ലടയാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അഗസ്ത്യ മലനിരകളിൽ നിന്നാണ്. ഏത് മലനിരകൾ? അഗസ്ത്യ മലനിരകളിൽ നിന്നാണ് കല്ലടയാറിന്റെ ഉത്ഭവം എന്ന് ഓർക്കുക. അഗസ്ത്യ മലനിരകളിൽ നിന്ന് കല്ലടയാർ ഉത്ഭവിച്ച് കൊല്ലം ജില്ലയിലൂടെ ഒഴുകണമെങ്കിൽ കൊല്ലത്തല്ലേ അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലിൽ പതനമാണ്. അഷ്ടമുടിക്കായലിൽ പതനം, മറക്കരുത്. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന നമ്മുടെ കല്ലടയാറ് അഗസ്ത്യ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കൊല്ലത്ത് തന്നെ ഏത് അഷ്ടമുടിക്കായലിൽ പോയി പതിക്കുന്നു. ഇനി മൂവാറ്റുപുഴയാർ 9ാം സ്ഥാനമാണ്. മൂവാറ്റുപുഴയാർ. മൂവാറ്റുപുഴയാർ എന്ന് പറയുമ്പോഴേ വരുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ തന്നെയാണ് വരുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ തരംഗം കാനം കുന്നുകൾ. ഏത് കുന്നുകളാണ്? തരംഗം കാനം കുന്നുകൾ. തരംഗം കാനം കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത്. ഇത് ഉത്ഭവിച്ചിട്ട് ഇത് എറണാകുളം ജില്ലയിലാണ് ഒഴുകുന്നത്. മൂവാറ്റുപുഴ ഒഴുകുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോ ഇത് പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. എറണാകുളത്ത് വേമ്പനാട് കിടക്കയില്ലേ. അപ്പൊ മൂവാറ്റുപുഴയുടെ പതനം വേമ്പനാട്ട് കായലാണ്, മറക്കരുത്. ഇനി 10ാമത്തെ നദി വളപട്ടണം. പട്ടണം 10 10 10 ഓർക്കുക. വളപട്ടണം. വളപട്ടണം നമുക്കറിയാം കണ്ണൂർ ജില്ലയിലാണ് ഒഴുകുന്നത്. കണ്ണൂരും കാസർഗോഡും ഒഴുകുന്ന ഏതൊരു നദിയും മെയിൻ വരുന്നത് ഏത് ബോർഡറിൽ നിന്നായിരിക്കും? കർണാടക അതിർത്തിയിൽ നിന്നായിരിക്കും അല്ലെ. കാരണം നമുക്കറിയാം കേരളത്തിൽ 44 നദി ഉണ്ടെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. 12 നദി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ വടക്കേറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. ഈ കാസർഗോഡും കണ്ണൂരും ഒക്കെ ഒഴുകുന്ന മിക്ക നദികളും എവിടെ നിന്നാണ് വരുന്നത്? കർണാടക ബോർഡറിൽ നിന്നാണ് വരുന്നത്. കർണാടക അതിർത്തിയിൽ നിന്നാണ് അവിടെ ഒഴുകുന്നതെല്ലാം വരുന്നത്. അപ്പൊ നമ്മുടെ വളപട്ടണം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്?
വളപട്ടണം കണ്ണൂരിൽ ഒഴുകുന്നതാണെങ്കിലും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി വനത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കർണാടക ബോർഡറിലെ ബ്രഹ്മഗിരി വനം, മറക്കരുത്, ബ്രഹ്മഗിരി വനത്തിൽ നിന്നാണ്, കർണാടക അതിർത്തിയിൽ നിന്നാണ് വരുന്നത്. ബ്രഹ്മഗിരി വനത്തിൽ നിന്ന് വന്നിട്ടാണ് നേരെ കേരളത്തിൽ ഏത് ജില്ലയിലോട്ട് കയറുന്നത്? കണ്ണൂർ ജില്ലയിലോട്ട് കയറി. നമ്മൾ പറഞ്ഞു വടക്കോട്ട് ഒഴുകും തോറും നദികളെല്ലാം എവിടെ പോയി പതിക്കുള്ളൂ? അറബിക്കടലിൽ പോയി പതിക്കും. അറബിക്കടലിൽ പോയി പതിക്കും. അടുത്ത 11ാമത്തെ നദി ചന്ദ്രഗിരി പുഴ. നമുക്കറിയാം 100 കിലോമീറ്ററിലധികം ഒഴുകുന്ന 11 നദികളിൽ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. അപ്പൊ ഈ ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം, നമുക്കറിയാം ചന്ദ്രഗിരി പുഴ ഒഴുകുന്നത് ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി എന്നാണ് നമ്മൾ പഠിക്കുന്നത്, ചന്ദ്രഗിരി പുഴ അല്ലെ. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഒഴുകണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഏത് അതിർത്തിയിൽ നിന്ന് വരണം? നമ്മുടെ കർണാടക ബോർഡറിൽ നിന്ന് വരണം. കർണാടകത്തിലെ പട്ടിക്കാട്ട് വനത്തിൽ നിന്നാണ്, പട്ടിക്കാട് ഫോറസ്റ്റ് കർണാടക അതിർത്തിയിലാണ് കിടക്കുന്നത്, ഓർക്കുക. കാസർഗോഡ് കർണാടക, ഓർക്കുക. അപ്പോൾ ആ പട്ടിക്കാട് വനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ പട്ടിക്കാട്ട് മലനിരകൾ, അല്ലെങ്കിൽ പട്ടിക്കാട് ഫോറസ്റ്റിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത്. ആ ചന്ദ്രഗിരി പുഴ ഉത്ഭവിച്ച് കേരളത്തിൽ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ ഒഴുകണമെങ്കിൽ ചിന്തിച്ചു നോക്കണം, ഏത് കടലിലെ സ്വാഭാവികമായിട്ട് പതിക്കുള്ളൂ? അറബിക്കടൽ. അപ്പോൾ നമ്മള് 100 കിലോമീറ്ററിലധികം ഒഴുകുന്ന 11 നദികളും ഉത്ഭവം പതനം നമ്മൾ പറഞ്ഞു. ഞാൻ ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ ടപ്പന വരണ ഉത്തരം സ്പീഡിൽ പറഞ്ഞു പോകും. അതായത് പെരിയാർ എവിടെ നിന്ന് വരുന്നു? ശിവഗിരി മല അല്ലെങ്കിൽ ചൊക്കാംപെട്ടി മലനിരകൾ, തമിഴ്നാട്. പതനം എവിടെയാണ്? വേമ്പനാട്ട് കായൽ അല്ലെങ്കിൽ വരാപ്പുഴ. 2 ഭാരതപ്പുഴ എവിടെ? ആനമലയിലെ പോത്തന്നൂർ കുന്നിൽ നിന്ന് വരുന്നു. പതനം അറബിക്കടൽ. 3 പമ്പ എവിടെ നിന്ന് വരുന്നു? ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലെ പുളിച്ചിമല അല്ലെ, പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്ന് പമ്പ വന്ന് നേരെ പമ്പ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. 4 ചാലിയാർ, ചാലിക്കട് നിളമ്പൽ എന്ന് പറഞ്ഞു, ഇളമ്പലേരി കുന്നുകൾ അല്ലെങ്കിൽ വയനാട് കുന്നുകൾ, അവിടെ നിന്ന് വന്ന് നേരെ ചാലിയാർ അറബിക്കടലിൽ പതിക്കുന്നു. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് വന്ന് നേരെ നമ്മൾ പറഞ്ഞു ഒന്നി കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കും, അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന് പെരിയാറിൽ വന്ന് ചേരും എന്ന് നമ്മൾ പറഞ്ഞു. ചാലക്കുടിയിലുള്ള കടയിൽ നമ്മൾ എത്തിയല്ലേ. കടലുണ്ടി പുഴയുടെ ഉത്ഭവം ചേര എന്ന് പറഞ്ഞു, കടൽ ചേര. ചേരക്കൊമ്പൻ മലയിൽ നിന്ന് കടലുണ്ടി വന്ന് നേരെ എവിടെ തന്നെയാണ്? കാരണം കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഒഴുകുന്നതുകൊണ്ട് ഏത് കടലിൽ പോകണം? അറബിക്കടലിൽ പോയി പതിക്കും. കടലുണ്ടി കഴിഞ്ഞാൽ അടുത്തത് അച്ഛൻ കോവിലാർ. അച്ഛൻ കോവിലാർ വരുന്നത് പശുക്കിടമേട് എന്ന് പറഞ്ഞു, പശുക്കിടമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നേരെ വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുന്നു. ഏത്? അച്ഛൻ കോവിലാർ. നേരെ കല്ലടയാർ. കല്ലട നമ്മൾ പറഞ്ഞു കൊല്ലം ജില്ല. അപ്പൊ കല്ലടയാർ വരുന്നത് എവിടെ നിന്ന്? കല്ലടയാർ വരുന്നത് അഗസ്ത്യ മലനിരകളിൽ നിന്ന് വന്ന് കൊല്ലത്തിലൂടെ ഒഴുകി കൊല്ലം അഷ്ടമുടി കായലിൽ പോയി പതിക്കുന്നു എന്ന് പറഞ്ഞു. കല്ലട മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. വരുന്നത് തരംഗം കാനം കുന്നുകൾ. വരുന്നത് തരംഗം കാനം കുന്നുകളിൽ നിന്ന് വന്ന് എറണാകുളത്തൂടെ ഒഴുകി നേരെ വേമ്പനാട്ട് കായലിൽ പോയി മൂവാറ്റുപുഴയാറ് പതിക്കും. അതെടുത്ത് നമ്മൾ പറഞ്ഞു പട്ടണം, വളപട്ടണം. വരുന്നത് എവിടെ നിന്നാണ്? കർണാടക ബോർഡർ ബ്രഹ്മഗിരി വനത്തിൽ നിന്ന് വന്ന് നേരെ അറബിക്കടലിൽ പോയി പതിക്കും. അടുത്തത് ഏതാണ്? ലാസ്റ്റ് പറഞ്ഞത് ചന്ദ്രഗിരി പുഴ. കർണാടക ബോർഡറിലെ പട്ടിക്കാട് ഫോറസ്റ്റ് അല്ലെങ്കിൽ പട്ടിക്കാട് മലനിരകളിൽ നിന്ന് വന്ന് നേരെ അറബിക്കടലിൽ പോയി പതിക്കും. ഇതാണ് 100 കിലോമീറ്ററിലധികം ഒഴുകുന്ന 11 നദികളും ഉത്ഭവം പതനം വ്യക്തമായി പഠിച്ചു. ഇനി നമുക്ക് ഓരോ നദികളുടെയും ഡീറ്റെയിൽ വേർഷൻ പഠിക്കാം. ആദ്യത്തെ നദി പെരിയാർ. പെരിയാറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? പെരിയാർ 244 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ശിവഗിരി മലയിലെ അല്ലെങ്കിൽ ചൊക്കാംപെട്ടി മലനിരകൾ അല്ലെ, ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ ചൊക്കാംപെട്ടി എന്ന് നമ്മൾ പറഞ്ഞു. പതനം വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞു. എന്നാൽ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളമാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളമാണ്. മറക്കരുത്, പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളമാണ്. നമ്മുടെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചു ആര്? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ ചൂർണി എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. ഏതിലാണ് പരാമർശിച്ചത്? അർത്ഥശാസ്ത്രത്തിലാണ്. ഏതിലാണ്? അർത്ഥശാസ്ത്രത്തിലാണ് ചൂർണി അല്ലെങ്കിൽ നമ്മുടെ കൗടില്യൻ വിളിച്ചു നമ്മുടെ പെരിയാറിനെ. പൂർണ്ണ എന്ന് പെരിയാറിനെ വിളിച്ചതാര്? പൂർണ്ണ എന്ന് വിളിച്ചത് ശങ്കരാചാര്യരാണ്. അപ്പൊ ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്ന നദി പെരിയാറാണ്. എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെട്ടിരുന്ന നദി നമ്മുടെ പെരിയാറാണ്. ചൂർണി എന്ന് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചു. പൂർണ്ണ എന്ന് ശങ്കരാചാര്യർ വിളിച്ചു. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസമൃദ്ധമുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാറാണ്. ഇപ്പോൾ മലിനീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന നദി പെരിയാർ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്ന് നമ്മൾ പറഞ്ഞു. അത് ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളതും നമ്മുടെ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദി, അണക്കെട്ട്, ഇതെല്ലാം നമ്മുടെ പെരിയാറാണ്. മറക്കരുത്. എന്നാൽ ഓർക്കണം, നമുക്ക് ഈ പെരിയാറിന്റെ വിളിപ്പേര് നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ജീവരേഖ. അതാണ് പോയിന്റ്. കേരളത്തിന്റെ ജീവരേഖ എന്നാണ് നമ്മൾ പെരിയാറിനെ വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ പെരിയാർ. കാലടിപ്പുഴ, ആലുവ പുഴ, ഇതെല്ലാം പെരിയാർ തന്നെയാണ്. കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ്.
ചൂർണി പെരിയാറാണ്, പൂർണ്ണ പെരിയാറാണ്, കാലടിപ്പുഴ, ആലുവാപ്പുഴ, ഇതെല്ലാം നമ്മുടെ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. മറക്കരുത്. നമുക്കറിയാം ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പെരിയാറിന്റെ പല പല പോഷക നദികളിലാണ് പല ജലവൈദ്യുത പദ്ധതികൾ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, ഓർക്കുക, പെരിയാറിലാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികൾ നമ്മൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇരിക്കുന്ന പള്ളിവാസൽ മുതിരമ്പുഴയിലാണ്. നമ്മുടെ പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരമ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940-ലാണ്. ഈ പെരിയാർ പതനം നമ്മൾ പറഞ്ഞു എവിടെയാണ്? പെരിയാർ ചെന്ന് പതിക്കുന്നത് വേമ്പനാട് അല്ലെങ്കിൽ വരാപ്പുഴക്കായൽ നമ്മൾ പറഞ്ഞു. ഈ പെരിയാർ ആലുവയിൽ വെച്ച് രണ്ടായിട്ട് പിരിയും അല്ലെ? ആലുവയിൽ വെച്ച്, എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായിട്ട് പിരിയും. മാർത്താണ്ഡം പുഴ, അതുപോലെ തന്നെ മംഗലം പുഴ. പെരിയാർ മാർത്താണ്ഡം പുഴയായും മംഗലം പുഴയായും രണ്ടായി പിരിയുന്ന സ്ഥലം ഏതാണ്? ആലുവയാണ്. മറക്കരുത്. ഇതിൽ ഈ മാർത്താണ്ഡം പുഴ പിരിഞ്ഞ് നേരെ പോകുന്നത് വേമ്പനാട്ട് കായലിലാണ്. മറക്കരുത്. മാർത്താണ്ഡം പുഴ പോകുന്നത് വേമ്പനാടും മംഗലം പുഴ പോകുന്നത് ചാലക്കുടി പുഴയിലുമാണ്. അപ്പം ആലുവയിൽ വെച്ച് രണ്ടായിട്ട് പിരിയുന്ന പെരിയാർ മാർത്താണ്ഡം പുഴയായിട്ട് നേരെ വേമ്പനാട്ട് കായലിൽ പോയി പതിക്കും, മംഗലം പുഴയായിട്ട് നേരെ ചാലക്കുടി പുഴയിലും പോയി പതിക്കും. മറക്കരുത്. ഇനി പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിൽ ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിന്റെ ആദ്യത്തെ ഫസ്റ്റ് പോഷക നദിയാണ് ഏത്? മുല്ലയാർ എന്ന് പറയുന്നത്. പെരിയാറിൽ ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. മുല്ലയാർ, മുതിരമ്പുഴയാർ, ഇടമലയാർ, കട്ടപ്പനയാർ, പെരിഞ്ചാങ്കുട്ടിയാർ, പെരുന്തുറയാർ, ചെറുതോണിപ്പുഴ, തൊട്ടിയാർ, പന്നിയാർ, ചിത്രപ്പുഴ, ഇതെല്ലാം നമ്മുടെ പെരിയാറിന്റെ പോഷക നദികളാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. ഇതെല്ലാം പെരിയാറിന്റെ പോഷക നദികളായിട്ട് വരും. ഏതൊക്കെയാണ്? ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ്. പെരിയാറിന്റെ ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ്. മുല്ലയാറുണ്ട്, മുതിരമ്പുഴയാറുണ്ട്, അതുപോലെ തന്നെ ഇടമലയാറുണ്ട്, ഇടുക്കിയിലൂടെ ഒഴുകുകയല്ലേ, അപ്പൊ കട്ടപ്പനയാറുണ്ട്, പെരിഞ്ചാങ്കുട്ടിയാറുണ്ട്, പെരുംതുറയാറുണ്ട്, ചെറുതോണിപ്പുഴയുണ്ട്, ചിത്രപ്പുഴയുണ്ട്, തൊട്ടിയാറുണ്ട്, പന്നിയാറുണ്ട്. ഇതെല്ലാം ഓർക്കുക. ഇനി പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം. നമ്മുടെ പെരിയാറിൽ ആദ്യ കാലത്ത് എന്നൊക്കെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്? നമ്മുടെ മനസ്സിൽ വരണം. പെരിയാറിൽ ആദ്യ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതാണ് പഠിക്കുന്നത്. പെരിയാറിൽ ആദ്യമായി വെള്ളപ്പൊക്കം ഉണ്ടായത്, അതായത് ആദ്യം ഓർക്കുക, പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ആദ്യ വർഷങ്ങളാണ്. ആദ്യം ഉണ്ടായത് AD 1341. അപ്പൊ പെരിയാറിൽ ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടായത് AD 1341. നമ്മുടെ മുസിരിസ് തുറമുഖമൊക്കെ നശിച്ചു, കൊടുങ്ങല്ലൂർ, ഓർക്കുക. അപ്പം മനസ്സിൽ വരണം, പെരിയാറിൽ ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ AD 1341. അതിനുശേഷം 1789 നിങ്ങൾ കണ്ടോ? 1789 അല്ലെ? 1789 ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം. 1789 പെരിയാറിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. എന്തായിരുന്നു സംഭവം? അതായത് നമുക്കറിയാം മലബാറിലെ പടയോട്ടക്കാല ആക്രമണം അല്ലെ? ആര്? ടിപ്പു സുൽത്താനും ഹൈദരാലിയും നമ്മുടെ തിരുവിതാംകൂർ ആക്രമിക്കാൻ വരെയാണ് മലബാറിൽ നിന്ന്. ആ പടയോട്ട കാലത്ത് നമുക്കറിയാം അവരെ, കാരണം ഒരുപാട് പേര് പലായനം ചെയ്തു ഈ ആക്രമണത്തെ ഭയന്ന്. അപ്പൊ അവർക്കെല്ലാം അഭയം കൊടുത്ത രാജാവ് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ധർമ്മരാജ എന്ന് നമ്മൾ വിളിക്കുന്ന കാർത്തിക തിരുനാളാണ്. ഏറ്റവും കൂടുതൽ 40 വർഷം ഇരുന്ന് ഭരിച്ച നമ്മുടെ കിഴവൻ രാജ, മൂപ്പൻ രാജ, ധർമ്മരാജ, ഇതെല്ലാം ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത്, അപ്പൊ അദ്ദേഹത്തിന്റെ ദിവാൻ നമുക്കറിയാം രാജാ കേശവദാസ് ഒക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ടിപ്പു സുൽത്താനും ഹൈദരാലിയും അവിടെ നിന്ന് ആക്രമിക്കാൻ വരുന്നതിനെ ചൊല്ലി കാർത്തിക തിരുനാളിന്റെ സമയത്ത്, കാർത്തിക തിരുനാളിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ രാജാ കേശവദാസിന്റെ നേതൃത്വത്തിൽ നെടുങ്കോട്ട പണിതു. എവിടെയാണ്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ, തൃശ്ശൂരിൽ ഇപ്പൊ ഇരിക്കുന്ന മുകുന്ദപുരത്താണ് ആ നെടുങ്കോട്ട. അപ്പൊ നെടുങ്കോട്ട പണിതു ഈ ആക്രമണം തടയാൻ വേണ്ടി. പക്ഷേ പെരിയാറിൽ അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി 1789. ആ പെരിയാറിൽ ആ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്നാണ് ടിപ്പുവും കൂട്ടരും തിരികെ പോകുന്നത്. അപ്പം മറക്കരുത്, AD 1341 ആദ്യമുണ്ടായി. അതിനുശേഷം ഉണ്ടായത് 1789. എന്നാൽ 99 വെള്ളപ്പൊക്കം എന്ന് എടുത്തു ചോദിച്ചാലേ നമുക്ക് ഏത് വർഷം എഴുതാൻ പറ്റുള്ളൂ? 1924 എഴുതാൻ പറ്റുള്ളൂ. 99 വെള്ളപ്പൊക്കം. ഈ 99 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലവർഷം 1099. കൊല്ലവർഷം 1099. അതാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കൊല്ലവർഷം, മലയാള വർഷം 1099. 1099 കൊല്ലവർഷം, ഓർക്കുക. അപ്പൊ മറക്കരുത്. അപ്പൊ 1099 അത് കൊല്ലവർഷം. അതിന്റെ ഇംഗ്ലീഷ് വർഷമാണ് 1924, ഓർക്കുക. അപ്പോൾ 99 വെള്ളപ്പൊക്കം എന്ന് ചോദിച്ചാലേ നമുക്ക് ഏത് എഴുതാളൂ? 1924 എഴുതാം. ഇനി പെരിയാറിലെ അണക്കെട്ടുകൾ. നമ്മൾ പറഞ്ഞു ഒരു നദി എടുത്താൽ നമുക്ക് അണക്കെട്ട് മാക്സിമം പോയിന്റുകളെല്ലാം പറഞ്ഞു പോകണം.
അപ്പോൾ പെരിയാറിലെ അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? അപ്പോൾ പെരിയാറിലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതി എല്ലാം പെരിയാറെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് PSC വേണ്ടതും ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതുമായ LD ക്ലർക്ക് എക്സാം ആവട്ടെ, അതുപോലെ തന്നെ PSCയുടെ ഏതൊരു എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള അണക്കെട്ടുകളിൽ നിന്നാണ് ഈ പറയുന്നത്. അതിൽ പെരിയാർ നദി, അതായത് പെരിയാർ നദി എന്ന് പറയുമ്പോൾ മെയിൻ നദി പെരിയാറാണ്. പെരിയാറിന്റെ പല പല പോഷക നദിയിലാണ് ഈ അണക്കെട്ടുകൾ ഇരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ്? നമുക്ക് 13 മേജർ അണക്കെട്ടുകളുണ്ട് ഈ പെരിയാറിൽ ഇരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്ന്, ഏറ്റവും പഴക്കം ചെന്ന ഡാമായ ഏതാണ്? മുല്ലപ്പെരിയാർ. ആദ്യത്തേതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്, അല്ലെ? പെരിയാറിലാണല്ലോ മുല്ലപ്പെരിയാർ, ഓർത്തോണം. ലോവർ പെരിയാർ, ഏതാണ്? ലോവർ പെരിയാർ. ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി ഡാം. ഉണ്ടോ? 5 എണ്ണം ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ വരണം. മുല്ലപ്പെരിയാർ ആദ്യത്തേത്, മുല്ലപ്പെരിയാർ, ലോവർ പെരിയാർ, ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി ഡാം. എങ്ങനെ പറയണം? ഒന്നുകൂടെ. മുല്ലപ്പെരിയാർ, ലോവർ പെരിയാർ, ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി ഡാമാണ്, മറക്കരുത്. അടുത്തത് ചെങ്കുളം. ഏതാണ്? ചെങ്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടളം. ഏതൊക്കെയാണ്? ചെങ്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടളം. മറക്കരുത്. ചെങ്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടള. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് എത്രയോ തവണ ചോദിച്ചതാണ്. ഭൂതത്താൻ കെട്ട് അണക്കെട്ട്. ആനയിറങ്കൽ അണക്കെട്ട്, ആനയിറങ്കൽ ഡാം. ഏതാണ്? ആനയിറങ്കൽ ഡാം. മാട്ടുപ്പെട്ടി ഡാം, പൊന്മുടി ഡാം ഒക്കെ ഇടുക്കിയിലാണ്. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല, ഓർക്കുക. അപ്പൊ ആനയിറങ്കൽ അണക്കെട്ടും മാട്ടുപ്പെട്ടി ഡാമും പൊന്മുടി ഡാമും എല്ലാം നമ്മുടെ പെരിയാർ നദിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ പെരിയാർ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ ഏവ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ അണക്കെട്ടുകളെല്ലാം വരണം. അപ്പൊ ആദ്യം പറഞ്ഞത് മുല്ലപ്പെരിയാർ, ലോവർ പെരിയാർ, ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി ഡാം. അടുത്തത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ചെങ്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടള, ഭൂതത്താൻ കെട്ട്, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ. ഓർക്കുക, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, പൊന്മുടി ഡാം. ഇത്രയും അണക്കെട്ടും നമ്മുടെ ഏത് നദിയിലാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ, കേരളത്തിന്റെ ജീവരേഖ എന്ന വിശേഷണമുള്ള പെരിയാറിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ പെരിയാറിന്റെ തീരത്ത് എന്നൊരു ചോദ്യം കണ്ടാൽ നമ്മുടെ പെരിയാറിന്റെ തീരത്ത് എന്തൊക്കെയുണ്ട്? ഒന്ന്, പെരിയാർ വന്യജീവി സങ്കേതം നമുക്കറിയാം പെരിയാറിന്റെ തീരത്താണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞു, തട്ടേക്കാട് പക്ഷി സങ്കേതം നമ്മൾ പറഞ്ഞു, എറണാകുളം ജില്ലയിലെ അല്ലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. ആലുവ അദ്വൈതാശ്രമം ഏത് നദീ തീരത്ത്? പെരിയാറിന്റെ തീരത്തല്ലേ? ആലുവ അദ്വൈതാശ്രമം. ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്ന നദീതീരം പെരിയാറാണ്. മലയാറ്റൂർ പള്ളി പെരിയാറാണ്. നമ്മുടെ കാലടി, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു മണ്ഡപമുണ്ട്. ആദി ശങ്കര കീർത്തി സ്തംഭ മണ്ഡപം. ഏതാണ്? ആദി ശങ്കര കീർത്തി സ്തംഭ മണ്ഡപം. മറക്കരുത്. എവിടെയും ചോദിച്ചാൽ നമ്മുടെ പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ തന്നെ മൂന്നാർ എന്ന സ്ഥലം, മൂന്നാറുകൾ ചേർന്നാണ് മൂന്നാർ ഉണ്ട്. ഏതൊക്കെയാണ്? മുതിരമ്പുഴ, നല്ല തണ്ണി, കുണ്ടള. മുതിരമ്പുഴയൊക്കെ പെരിയാറിന്റെ പോഷക നദിയാണ്, അല്ലേ? അപ്പോൾ നല്ല തണ്ണി, കുണ്ടളൊക്കെ ഓർത്തോണം. നമ്മൾ പറഞ്ഞു കുണ്ടള ഡാമൊക്കെ പെരിയാർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുതിരമ്പുഴ, നല്ല തണ്ണി, കുണ്ടള, ഈ നദികൾ ഒന്നിക്കുന്ന സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഏത് നദിയുടെ തീരത്താണ്? മെയിൻ നദി അവിടെ ഒഴുകുകയാണ്. ഏത്? പെരിയാറിന്റെ തീരത്തുള്ള പട്ടണമാണ് ഈ മൂന്നാർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ 2019 നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, നിലവിൽ കേരളത്തിലെ ഏറ്റവും മലിനീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന നദി പെരിയാറാണ്. 2019 സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് സർവേ പ്രകാരം ഏറ്റവും മലിനീകരണം കൂടിയ നദി പെരിയാർ തന്നെയാണ്. ഏറ്റവും മലിനീകരണം കൂടിയ നദി പെരിയാർ തന്നെയാണ്. അപ്പൊ നമ്മൾ പെരിയാറിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ്